എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പല പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം കേരള മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന അതൊരു സ്റ്റോറിയുണ്ട്. അതായത് ഈ തീവ്രവാദി ആക്രമണം നടത്തുമ്പോൾ തീവ്രവാദികൾക്ക് നേരെ എടുത്തു ചാടി തോക്ക് തട്ടിപ്പറിക്കുന്നതിനിടയിൽ വെടികൊണ്ട് മരിച്ചു എന്ന് പറയുന്ന ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 29 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നു. അതുമാത്രമല്ല എല്ലാവരും ഒരുപാട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര എന്താ പറയുക പുതിയ നന്മമരം എന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള, കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അറിയാലോ, അതായത് ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒരു മുസ്ലിം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷനും സ്റ്റാറ്റസ് ഇടൽ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് അങ്ങനെയുള്ള പല പല കാര്യങ്ങളും കേരളത്തിൽ നടക്കും. അപ്പോൾ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഈ ഭീകരാക്രമണത്തിൽ, ഈ ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ മതം ചോദിച്ചിട്ടാണ് തീവ്രവാദികൾ ഏകദേശം 28ഓളം പേരെ, നിസ്സഹരായ 28ഓളം പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ 28 പേരുടെ പേരും ആർക്കും ഓർമ്മയില്ല, ആർക്കും ചർച്ച ചെയ്യേണ്ട. പക്ഷേ ഇവിടുത്തെ ഈ ലെഫ്റ്റ് ലിബറൽസും ഈ സുഡാപ്പി പ്രൊഫൈലിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരും മാപ്പകളും ഈ ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വാനോളം പുകഴ്ത്തുന്നു. എന്താ പറയണ്ട, അതിനെ പുട്ടിയിട്ട് എന്താ പറയണ്ടേ, സകലമാൻ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം അതിന് പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഈ ഇവിടെ നടന്ന പെഹൽഗാം ഭീകരാക്രമണം ശരിക്കും അതിന് മുന്നേ ഒടിഞ്ഞത് എന്താണെന്നറിയോ? അതിനെന്താ പറയുക, ഇത് ശരിക്കും ഇവിടെ വലിയൊരു വേറെ വിവാദത്തിലോട്ട് പോകുമായിരുന്നു. അതായത് ഇത് സംഘപരിവാർ ചെയ്തതാണ്, BJP ഗവൺമെൻറ് സ്പോൺസേഡ് അറ്റാക്കാണെന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവ് അത് ഓൾറെഡി അവർ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ ആണ് ഇന്ത്യയിലെ മാധ്യമങ്ങളെ, പ്രത്യേകിച്ച് ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങളെ ശരിക്കും നടുപിടിച്ചത്. എന്താണെന്നറിയോ? എന്താ പറയുക, ആ നേവി ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ശരിക്കും പറയുന്നുണ്ടായിരുന്നു, തീവ്രവാദികൾ നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ ചോദിച്ചതിന് ശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നു, ഹിന്ദു ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞ വീഡിയോ ഇന്ത്യയിൽ എല്ലായിടത്തും വൈറലായി. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ ഇവിടെ കുറേ നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അത് ശരിക്കും അന്ന് അടിപൊടിഞ്ഞു, ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ അതിൻ്റെ ഒരു ക്ഷീണം തീർത്തത് ഈ ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തിയ ഒരു എന്താ പറയുക ഒരു ധീരകൃത്യം എന്ന രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടായി. അതായത് മതം ചോദിച്ച് കൊല്ലുക, കലിമ ചൊല്ലാൻ പറയുക, പാൻഡൂരി നോക്കി അറ്റം കണ്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, ഇത്തരത്തിലുള്ള നീചമായ കൃത്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ ഇസ്ലാമിക ഭീകരർ വെടിവെച്ച് കൊന്നത്. അതായത് മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട്, അതായത് കാഫിറാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വെടിവെച്ച് കൊന്നത്. അത് ശരിക്കും കേരളത്തിലെ ഈ എന്താ പറയണ്ടേ ഈ സുഡാപ്പി എക്കോസിസ്റ്റത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അവരിവിടെ എന്തൊക്കെയോ, അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണം ബന്ധപ്പെട്ട പല പല നെറേറ്റീവുകൾ ഇങ്ങനെ കൊണ്ടുവരായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞാൽ ആ വീഡിയോ ആണ് അവരുടെ എല്ലാം നടുപിടിച്ചത്. അതിനുശേഷമാണ് കച്ചിത്തുരുമ്പ് എന്ന രീതിയിൽ ആദിൽ ഹുസൈൻ്റെ ഇത് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്, ഇപ്പം ഓരോ ദിവസം കഴിയുന്നതോറും പല പല പ്രൂഫുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഈ സ്ലിപ്പ് വേയിൽ ഒരാളിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുത്തൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് 3 തവണ വിളിച്ചിട്ടാണ് അവന് മനസ്സിലായി. അപ്പോൾ താഴെ വെടിവെപ്പ് നടക്കാൻ കേട്ടോ. ഈ വീഡിയോയിൽ, സെൽഫി വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നു, വെടിവെച്ച കേൾക്കുന്നുണ്ട്, വെടിവെക്കുന്ന ഫൂട്ടേജുകൾക്ക് അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൻ നിരീക്ഷിക്കുന്നുണ്ട്. ആ സ്ലിപ്പ് ഓപ്പറേറ്റർ നിരീക്ഷിക്കുന്നുണ്ട്. അതിന് പുറകിൽ നിന്ന് വേറൊരുത്തരും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവന് വ്യക്തമായിട്ട് അറിയാം, മനഃപൂർവ്വം അവനെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു മുഖഭാവമായിരുന്നു ആ തീവ്രവാദിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവന് 2 പേര് NIA പൊക്കിയിരിക്കുകയാണ്, വിശദമായി NIA ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ പല പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോഗ്രാഫർ അവിടെ പെഹൽഗാമിൽ ബൈസരൻ വാലിയിൽ നിന്ന് ആൾക്കാരെ എന്താ പറയണ്ടേ ഈ റീൽസൊക്കെ എടുത്തിട്ട് ആക്കി കൊടുക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം മരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. അതൊക്കെ ഇപ്പോൾ NIAയുടെ പക്കലുണ്ട്. ആരാണെന്ന് വ്യക്തമായ തെളിവ്, ആരൊക്കെയാണ് വെടിവെച്ചത്, അങ്ങനെയുള്ള വ്യക്തമായ ഫൂട്ടേജ് അദ്ദേഹം ലെൻസ് വെച്ചിട്ട്, ടെലി ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ NIAയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ആദിൽ ഹുസൈൻ്റെ കാര്യം തന്നെ ഈ സ്റ്റോറി കേട്ടില്ലേ, അതായത് ഇവർ തീവ്രവാദികൾ, ആയുധധാരികളായ തീവ്രവാദികൾക്കെതിരെ അവർ മുന്നിലോട്ട് എടുത്ത് ചാടി തൂക്ക് തട്ടിപ്പറിക്കാൻ നോക്കുന്നതിനിടയിൽ വെടികൊണ്ട് മരിച്ചു എന്ന്. ഇത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പം പറയുന്നത് എന്ന് വെച്ചാൽ അവർ ഈ കുതിരക്കാരനാണല്ലോ ആദിൽ ഹുസൈൻ. അപ്പോൾ ഈ ആദിൽ ഹുസൈൻ്റെ കൂടെ വന്ന ആൾക്കാർ, ഈ ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവൻ ആയുധധാരികളുടെ മുന്നിലേക്ക് എടുത്ത് ചാടി. അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതെന്താ തമിഴ് തെലുങ്ക് സിനിമയോ? നമുക്ക് സിനിമയിലൊക്കെ കാണാം ഇങ്ങനെ, അതായത് ഒരുപാട് ആയുധധാരികളായിട്ടുള്ള, അതുകൊണ്ട് ഹെവി ആയുധമായിട്ട് വരുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് നായകൻ വരുന്നു, നായകൻ ഫ്രീ ഹാൻഡായിട്ട് വരുന്നു, ഇവർക്ക് അടിച്ചു വീഴ്ത്തുന്നു, അങ്ങനെയല്ലേ നമുക്ക് സിനിമയിലെ കാണാൻ പറ്റൂ. അപ്പോൾ ഇവരോടാണോ, ഈ ആയുധം എടുത്ത് വന്ന ആൾക്കാരോടാണോ ഇവൻ എന്താ പറയുക ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത്? അത് വിശ്വസനീയമായ കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം, കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ സ്ലിപ്പ് വേയിൽ ഓപ്പറേറ്റർ പൊക്കിയില്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ സ്റ്റോറികൾ, അതാണ് ഈ ആദിൽ ഹുസൈൻ്റെ സ്റ്റോറിയിലേക്ക് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ആദിൽ ഹുസൈനും ഈ തീവ്രവാദി സംഘത്തിലെ ഒരാളായിരുന്നു എന്നുള്ള സംശയങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത്
ഈ ആദിൽ ഹുസൈന് ഈ ബൈസൺ വാലിയൊക്കെ എല്ലാ എ ടു സെഡ് മുക്കും മൂലയും നന്നായിട്ട് അറിയാം. വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ വഴികാട്ടിയാണ്. 2-3 ഓപ്ഷൻസാണ് പറയുന്നത്. ഒന്നുകിൽ തീവ്രവാദികളുടെ വഴികാട്ടിയാവാം, അല്ലെങ്കിൽ ആ ബാച്ചിലെ ആ തീവ്രവാദി ഗ്രൂപ്പിലെ ആളാണ്. പിന്നെ ഇവർക്ക് മനസ്സിലായി, തീവ്രവാദികൾക്ക് മനസ്സിലായി, ആയുധം എടുത്ത ആൾക്കാർക്ക് മനസ്സിലായി, അതായത് ഇവനെ വെച്ച് കഴിഞ്ഞാൽ, ഇവനെ എന്താ പറയണ്ടത്, ഇവനെ വച്ച് കഴിഞ്ഞാൽ പണിയാവും, അതുകൊണ്ട് തട്ടിക്കളഞ്ഞാണോ. അതാണ് എന്താ പറയുക ഇവിടെ വീരപരിവേഷം നൽകിയിട്ട് ഭയങ്കര ഇതായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്രമണം ഉണ്ടായത് തന്നെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചാണ് ചെയ്തത്. അപ്പോൾ ഇതിനുശേഷം ഈ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം, അതായത് ഒന്നും ഉണ്ടായില്ല. ഇതിനെതിരെ തീവ്രവാദി ആക്രമണത്തിനെ അപലപിച്ച് ഒരാൾക്കാരും മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരാൾ പോലും വന്നില്ല. അതാണ് ഏറ്റവും അപകടകരമായ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭൂരിപക്ഷ സമുദായം, അതായത് ക്രിസ്ത്യൻ സമുദായാലും എന്താ ഹിന്ദു സമുദായാലും ഇവരെ ഒരു സംശയദൃഷ്ടിയോട് കൂടിയാണ് കാണുന്നത്. അതായത് എന്തെങ്കിലും തെറ്റ് നടന്നു കഴിഞ്ഞാൽ, അവരുടെ ഭാഗത്ത് തെറ്റ് നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ അപലപിക്കണ്ടേ, ഇവരതിനെ അപലപിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇതിനെ വെള്ളപൂശുകയാണ് ചെയ്യുന്നത്. അതായത് വേറെ രീതിയിലാണ് ഇത് സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതായത് മോദിക്ക് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, കണ്ണുപൊടിയിടലാണെന്നില്ലൊക്കെ നെറേറ്റീവ്. ഇവിടെ നമ്മുടെ പുൽവാമയിലൊക്കെ നടന്നപ്പോൾ കണ്ടില്ലേ, ഇത് മോദി ചെയ്തതാണ്. അതായത് മുമ്പ് ബിപിൻ റാവത്തൊക്കെ ചേർന്നിട്ട് മോദി ചെയ്ത ഓപ്പറേഷനാണ് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടില്ലേ. അങ്ങനെ പല പല നറേറ്റീവുകളും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് ഒരാൾ പോലും അപലപിക്കുന്നില്ല. അപ്പോൾ ആദിൽ ഹുസൈൻ എന്ന് പറഞ്ഞൊരു കച്ചിത്തുരുമ്പ് കിട്ടിയപ്പോൾ അവർ ആഘോഷിക്കുകയാണ്. അതായത് എല്ലാ മുസ്ലിങ്ങളെ ഇങ്ങനെയല്ല, മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ രക്ഷിക്കുന്ന ആൾക്കാരാണ് തരത്തിലുള്ള നറേറ്റീവ് ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇപ്പോൾ അതെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. പുതിയ പുതിയ സത്യങ്ങൾ ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫി സ്പീൽവേ ഓപ്പറേറ്ററെ പൊക്കി. അപ്പോൾ അവിടുന്ന് ഒരുപാട് തെളിവുകൾ ലഭിച്ചു. ഇപ്പോൾ എന്നെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പല പല കാര്യങ്ങളും കൂട്ടി യോജിപ്പിച്ച് എന്നെ ഈ അന്വേഷണം ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഇത് കമ്പൈൻഡ് ചെയ്തിട്ട്, കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഈ അന്വേഷണം എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദിൽ ഹുസൈനും ഈ തീവ്രവാദികൾ ഒരാളായിരുന്നു. അതായത് പിടിക്കപ്പെടും, അതായത് അവർക്ക് വഴികാട്ടിയാവാം, ചിലപ്പോൾ അവരെ പലതരത്തിലും സഹായിക്കുന്ന ഒരാളാവാം. പിടിക്കപ്പെടും, അതായത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം തങ്ങളുടെ പേര് പറയുമെന്ന് കരുതി തീവ്രവാദി വെടിവെച്ച് കൊല്ലാനാണ് സാധ്യത എന്നാണ് അതായത് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന ആൾക്കാരുണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ പറയുന്നത് അതാണ്. അതാവാനും സാധ്യതയുണ്ട്. അല്ലാണ്ട് എന്താ പറയണ്ടേ, ഇത് ആദ്യം ബ്രേക്ക് ചെയ്തായിരുന്നു. ഈ ആദിൽ ഹുസൈൻ്റെ വിഷയം ആദ്യം ബ്രേക്ക് ചെയ്തത് ഈ ഒമർ അബ്ദുള്ളയാണ്, ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ളയാണ്. ഒമർ അബ്ദുള്ള പറയുകയാണ് ആദിൽ ഹുസൈൻ തീവ്രവാദികളുടെ ആക്രമണത്തിൽ, അതായത് തീവ്രവാദികളുടെ അടുത്ത് നിന്ന് തോക്ക് തട്ടിപ്പറിക്കുന്നതിനിടയിൽ വെടിയേറ്റ് മരിച്ചു എന്ന് ആദ്യം പറഞ്ഞാണ്. പക്ഷേ അത് ആദ്യം എന്താ പറയേണ്ടത്, ഇത്രയും ആൾക്കാർ വെടിയേറ്റ് മരിച്ചു, തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ടും അതിന് അധികം ഇത് കൊടുക്കാതെ ഈ ആദിൽ ഹുസൈൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ട് അതിന് ഹൈലൈറ്റ് ചെയ്തിട്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ ഭയങ്കര ചർച്ച. അതായത് ഒരു മുസ്ലിം കുറേ ഹിന്ദു ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ ശ്രമിച്ചു, അതിനിടയിൽ വീരമൃത്യു മരിച്ചു എന്ന രീതിയിൽ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനൊക്കെ എന്താ പറയേണ്ടത്, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അത് ജമ്മു കാശ്മീർ പോലീസിനെ സംശയിക്കാം, എന്തിന് ജമ്മു കാശ്മീർ ഗവൺമെൻറ്റിനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ബൈസൺ വാലി ഓപ്പൺ ചെയ്തത് ശരിക്കും സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളാണ്. എന്തുകൊണ്ട് ഇത്ര നേരത്തെ തുറന്നു കൊടുത്തു? അതെന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര ഇൻ്റലിജൻസിനെ അറിയിച്ചില്ല? അങ്ങനെയുള്ള പല പല സംശയങ്ങളും ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൺസോളിഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് അവിടുത്തെ ആൾക്കാർ, ലോക്കൽ ആൾക്കാരും അവിടുത്തെ സർക്കാരും പോലീസും എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നൊരു ഓപ്പറേഷൻ ആണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ചില ദേശീയ തലത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിലെ ആൾക്കാർ കൊണ്ടാടിയ ഈ ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ശരിക്കും വീരമൃത്യു വരിച്ചല്ല, തീവ്രവാദികൾ എന്ന അവരുടെ ഗ്രൂപ്പിൽ ഒരാളാണ് എന്നാണ് ചില ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് പറയുന്നത്. അപ്പോൾ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ, വ്യക്തമായ തെളിവുകൾ പുറത്തു വരും എന്ന് തന്നെ വിശ്വസിക്കാം. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.